നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ നമ്മൾ RR വേഴ്സസ് പഞ്ചാബ് മാച്ച് ഫിനിഷ് ആയിരിക്കുകയാണ്. പഞ്ചാബിന് ഈ സീസണിലെ ആദ്യത്തെ തോൽവി, അനിവാര്യമായ തോൽവി. നമ്മൾ അരുൺ ബ്രോ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അരുൺ ബ്രോ പറഞ്ഞു തരുന്നു നമ്മുടെ പഞ്ചാബിന്റെ ബോളിങ്ങിന്റെ വീക്ക്നെസ്സുകൾ. അതായത് ആഷ്ദീപ് സിംഗ് എക്സ്പെൻസീവ് ആവുന്നു, അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഉള്ള പഞ്ചാബിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചു. RR ജയിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ഒരേപോലെ തന്നെ ആഗ്രഹിച്ച ഒരു മാച്ചായിരുന്നു. RR അതേപോലെ തന്നെ ജയിച്ചു. കുറച്ചധികം നല്ല പെർഫോമൻസസ് RRന്റെ സൈഡിൽ നിന്ന്, അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് പഞ്ചാബിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. ഒരു ഓഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ, ബോളിങ്ങിലും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ. നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അരുൺ ബ്രോ, എന്താണ് മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം? മാച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ ഏറെക്കുറെ അതുവഴി ആണ് തന്നെ നടന്നിരിക്കുന്നതും. നമ്മൾ അന്ന് പറഞ്ഞു ഇറ്റ് ഗോയിങ് ടു ബി എ ഹൈ സ്കോറിംഗ് ഗെയിം. അത് ഹൈ സ്കോറിംഗ് ആയിട്ട് തന്നെ നടന്നു. പഞ്ചാബ് 226 അടിച്ചെങ്കിലും അവർ 20 റണ്ണ് ഷോട്ടാണ് അടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 20 റൺസ് ഷോട്ടായിരുന്നു. നേരെ മറിച്ച് രാജസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ അവർ മിഡിൽ ഓർഡർ ശരിക്കും ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്തു. ആൻഡ് കുറേ പേര് സ്റ്റുഡപ്പ് ചെയ്തു അവർക്ക് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് അവർ കളി ജയിച്ചു. അപ്പാർട്ട് ഫ്രം ലാസ്റ്റ് സീസണിൽ ഇങ്ങനെയുള്ള കളികളെല്ലാം ഓൺ എ റോ 5ഉം 6ഉം തോക്കുന്ന ഒരു രീതിയായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തവണ അവരുടെ ബാറ്റ്സ്മാൻമാർ മിഡിൽ ഓർഡേഴ്സും ഫിനിഷേഴ്സും നന്നായിട്ട് കളിച്ച് അവർക്കൊരു ജയം സമ്മാനിച്ചു. എന്തായാലും എനിക്ക് ഇതിൽ തോന്നിയത് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരു 20 റൺ ഷോട്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഞാൻ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത ഒരു റിവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്. അതായത് 222 ഒരു നല്ല ടോട്ടൽ അല്ലേന്ന് ചോദിച്ചാൽ നല്ല ടോട്ടലാണ്. പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു നല്ലൊരു ബോളിംഗ് ലൈനപ്പിന് പറ്റണം. എങ്കിലും ഇന്നലത്തെ ഒരു ശ്രേയസ് അയ്യറിന്റെ ബാറ്റിങ്, അതുപോലെ തന്നെ പ്രഭ്സിമ്രാൻ സിംഗ് ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു സ്ലോ ആയി പോയത് തീർച്ചയായിട്ടും അതിനെ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും സ്റ്റോയിനിസ് ഒരു ഇന്നിങ്സ് കളിച്ചില്ലായിരുന്നെങ്കിലും ഇതിലും പരിതാപകരമായിരുന്നു പഞ്ചാബിന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത്. ശരിക്കും ലാസ്റ്റ് ഓവറിൽ 24 റൺസ് എന്നൊക്കെ പറഞ്ഞതിൽ അത് ഒരു ഒരു ദിവസം വരാം, ഇന്നത്തെ ദിവസം വന്നു. വേറെ ദിവസം 6 റൺസ് വരാതിരിക്കാം, സ്റ്റോയിനിസ് ഔട്ടായി പോവാം. അപ്പോൾ നേരെ ആ സ്കോർ 195 200 എത്തും. അപ്പോൾ ഒരു അനിവാര്യമായ തോൽവി ഉറപ്പിക്കുന്ന പോലെ ആയിപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. സോ ഇതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ശ്രേയസ് അയ്യറിന്റെയും അതുപോലെ തന്നെ പ്രഭ്സിമ്രാൻ സിംഗിന്റെയും ഉണ്ട്. പ്രത്യേകിച്ചും ബ്രോ, ഇവര് 5 ബോളേഴ്സിനെ കളിപ്പിക്കുന്നതിനകത്ത് 4 സ്പെഷ്യലിസ്റ്റ് ബോളേഴ്സും ഒരു ഓൾറൗണ്ടറും ഉള്ളത്. ബാക്കി എല്ലാവരും ബാറ്റ്സ്മാൻമാരാണ്. അത്രയും ബാറ്റിംഗ് ഹെവി ആയിട്ട് പോകുന്ന ഒരു ടീം ഒരു 11 ഓവർ 10 ഓവറൊക്കെ ആകുമ്പോഴത്തേക്ക് 10 റൺസ് പെർ ഓവർ സ്കോറിൽ ഉണ്ടാവുകയും വിക്കറ്റ് വെറും 1-2 വിക്കറ്റൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ ഓണിൽ അവിടുന്ന് അറ്റാക്ക് ചെയ്ത് പോകേണ്ടതാണ്. ഇത്രയും ബാറ്റിംഗ്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ബാറ്റിംഗ് ഹെവി ആയിട്ട് പോകുന്നത്? ഇത്രയും ബാറ്റ്സ്മാൻമാരുള്ള സ്ഥിതിക്ക് പിന്നെ അവരത് അറ്റാക്ക് ചെയ്യാതെ വീണ്ടും ഇങ്ങനെ 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 പോയിട്ട് ഒരു 15 ഓവർ ആയപ്പോഴും 10 റൺസ് പെർ ഓവറേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് സ്റ്റോയിനസ് അവിടുന്ന് അടിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു 20 റൺസ് എക്സ്ട്രാ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 223 പറഞ്ഞ സ്കോർ അതുകൊണ്ട് മാത്രം വന്നതായിട്ടാണ് എനിക്ക് ബാറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് പവർ പ്ലേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പവർ പ്ലേയിൽ പ്രഭ്സിമ്രാൻ സിംഗിനും പ്രിയൻചാരിയും കൂടെ ഇനിഷ്യലി നല്ല തുടക്കം കൊടുത്തു അവർക്ക്. അതായത് ആർച്ചറിൻ്റെ ഫസ്റ്റ് ഓവർ വളരെ നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു 4-5 റണ്ണും കണ്ട് അതിൽ കൺസീഡ് ചെയ്തോളൂ. തിരിച്ച് വന്ന് ബർഗർ എറിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്ക് ലൈൻ ഏതാ ലെങ്ത് ഏതാ ഓപ്പറേറ്റ് ചെയ്യേണ്ടതും ഭയങ്കര കൺഫ്യൂസ്ഡായി. ഷോർട്ട് ബോൾ തന്നെ വെച്ചുകൊണ്ടിരുന്നു ആര്യയ്ക്ക്. ഈ പറഞ്ഞോട്ട് ഒരു 7 മീറ്റർ 6 മീറ്റർ വെച്ചുകൊണ്ടിരുന്നു. പ്രിയൻചാരി അടിക്കുക പോലും ചെയ്യുന്നില്ല, പുള്ളി പ്ലേസ് ചെയ്താണ് കളിച്ചത് ഇനിഷ്യലി. അപ്പോൾ തിരിച്ച് ആർച്ചർ വന്ന് പറയുന്നുണ്ട് ഇതല്ല ലൈൻ, ഇച്ചോടെ അപ്പ് ഫ്രണ്ട് എറി എന്ന് പറഞ്ഞിട്ടും ഒരു എഡ്ജ് ചെയ്ത് ഫോർ പോയി. അത് പറ്റിപ്പോയി. അപ്പാർട്ട് ഫ്രം ദാറ്റ് തിരിച്ച് മറിച്ച് മൂന്നാമത്തെ ഓവർ എറിയാമെന്ന ആർച്ചർ നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു പ്രിയൻചാരിയേക്ക് റിപ്പ് കേജിൻ്റെ അവിടെ ഭയങ്കര ഒരു വീക്ക്നെസ് ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് പന്ത് വന്നു കഴിഞ്ഞാൽ നല്ല വീക്ക്നെസ് ഉണ്ട്. അതേപോലെ തന്നെ പിച്ചിങ് അപ്പ് ഫ്രണ്ട് 4th 5th ലൈനിൽ ബോൾ ചെന്ന് കഴിഞ്ഞാൽ നിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീക്ക്നെസ്സും പ്രിയൻചാരിയിൽ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആർച്ചറിൻ്റെ മൂന്നാമത്തെ ഓവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഭയങ്കര മനോഹരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. കണ്ടിന്യൂസ്ലി 3 ബോൾ റിപ്പ് കേജിലാണ് എറിഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ബോൾ എഡ്ജ് ചെയ്തു, സ്ലിപ്പില്ല ആർച്ചറിന്. മൂന്നാമത് ഓവർ എറിയാൻ വരുന്ന ആർച്ചറിന് സ്ലിപ്പില്ല. അവസാനം ആർച്ചർ പരാഗിൻ്റെ അടുത്ത് ചൂടാവുന്നവരെ നമ്മൾ കണ്ടു. എന്നിട്ട് സ്ലിപ്പിനെ വെച്ചു. തൊട്ടടുത്ത ബോള് ഒരു സ്ലിപ്പ് ക്യാച്ച് ക്വാഡ്രന്റിൽ മിസ്സാവുകയും ചെയ്തു. തൊട്ടടുത്ത ബോള് സ്ലിപ്പ് ക്വാഡ്രന്റിൽ ക്യാച്ച് മിസ്സായി, അത് 4 പോയി. 3 ബോൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ബോൾ പിച്ചിങ് അപ്പ് 4th ലൈൻ വെച്ചു. 150+ km/h സ്പീഡ് ഉണ്ടായിരുന്നു. പ്രിയൻചാര്യ ഔട്ടായി. പക്ഷേ എനിക്ക് ഇതിനകത്തിലെ അത് പവർ പ്ലേയിൽ പരാഗ് എന്ന് പറഞ്ഞത് ക്യാപ്റ്റൻസിയിൽ ഒരുപാട് നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. അത് മോശമാണെന്ന് പറയാൻ കാര്യം വെച്ചാൽ ആർച്ചറിനെ പോലുള്ളൊരു ബോളർക്ക് സ്ലിപ്പില്ലാതെ എങ്ങനെ എറിയാൻ പറ്റും മൂന്നാമത്തെ ഓവർ?
അത് അത്ര അത്ര കെയർലെസ് ആയിട്ടാണോ പുള്ളി പറയുന്ന സ്ലിപ്പ് ഔട്ട് ഇല്ലെന്ന് ഞാൻ കണ്ടില്ലെന്നാണ് പുള്ളി പറയുന്നത് റിപ്ലൈ ആയിട്ട്. അപ്പോൾ അത്ര കെയർലെസ് ആയിട്ടാണോ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്നാമത്തെ ചോദ്യം. എനിക്ക് രണ്ടാമത്തെ ചോദ്യം, പവർ പ്ലേയിൽ ഓൾറെഡി ബർഗറിന് ലൈൻ ഏതാ ലെങ്ത് ഏതാണെന്ന് അറിയാതെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബർഗറിനെ കൊണ്ട് 3 ഓവർ എറിയിപ്പിച്ചു. എന്തുകൊണ്ട് ആർച്ചറിനെ കൊണ്ട് 3 ഓവർ എറിയിക്കുന്നില്ല? പവർ പ്ലേയിൽ എറിയുന്ന ആർച്ചറും ഡെപ്തിൽ അല്ലെങ്കിൽ മിഡിൽ ഓവറിൽ എറിയുന്ന ആർച്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡെപ്തിലേക്ക് അല്ലെങ്കിൽ മിഡിൽ ഓവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർച്ചറി എന്ന് പറയുന്നത് സാധാരണ ഒരു ബോളർ തന്നെയാണ്, എക്സെപ്ഷണൽ ആയിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ അതല്ല പുള്ളി പവർ പ്ലേയിൽ ചെയ്യുന്നത്. പവർ പ്ലേ എന്ന് പറഞ്ഞത് ആർച്ചറിനെ എങ്ങനെയെങ്കിലും ഓവർ കഴിയണേ എന്നാണ് ബാറ്റിംഗ് ലൈനപ്സ് തീരുമാനിക്കുന്നത്, അല്ലെ പ്രാർത്ഥിക്കുന്ന പോലും. അങ്ങനെ ഒരു ബോളറിനെ അപ്പം കൊടുക്കാതെ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഒരു ഓവർ മിഡിൽ ഓവറും ഓരോ ഡെപ്തും കൊടുത്തിട്ട് പ്യുവർലി വേസ്റ്റിംഗ് ഓഫ് റിസോഴ്സസ് ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ട് തോന്നിയ കാര്യം, ഇന്ന് ഹെഡ്മാനെ കളിപ്പിച്ചിട്ടില്ല. ഹെഡ്മാൻ ഇന്ന് ബെഞ്ചിലാണ്. പകരം കളിപ്പിച്ച ആള് ദശുൻ ഷാനക. പുള്ളി ശ്രീലങ്കയുടെ ക്യാപ്റ്റനാണ്. പുള്ളി ബോൾ ചെയ്തിട്ടില്ല, പുള്ളി ബാറ്റ് ചെയ്തിട്ടില്ല, പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി? അവിടെയും ഈ റിസോഴ്സ് മാനേജ്മെന്റ് വളരെ മോശമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ടീം സെലക്ഷനും ഒരു ഒരു പെർഫോമൻസുമാണ് കണ്ടത്. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വന്നപ്പം ഈ പവർ പ്ലേയിൽ അടിച്ച് കയറ്റി വെച്ച കംപ്ലീറ്റ് ഡോമിനൻസ് മിഡിൽ ഓർഡറിൽ അവർ കൈവിട്ട് കളയുന്നതാണ് കണ്ടത്. അത് നമ്മൾ പറയുകയുണ്ടായി ആ യശ്രാജ് പുഞ്ച എന്ന് പറഞ്ഞ ബോളറിനെ കുറിച്ച് ഇന്നലത്തെ പ്രിവ്യൂവിൽ. പുള്ളി എന്തുമാത്രം എഫക്റ്റീവ് ആയെന്ന് നമുക്ക് കണ്ടതാണ്. എന്നിട്ടും പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഒട്ടും നല്ല, ഓക്കെ 2 വിക്കറ്റ് എടുത്ത് 41 റൺ കൊടുത്തെങ്കിലും ടോട്ടൽ ക്രെഡിറ്റ് പുള്ളിക്കല്ല, ജഡേജയ്ക്കാണ്. ജഡേജ മറ്റൊരു സൈഡിൽ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടാണ് പുള്ളി ടാർഗറ്റ് ചെയ്ത് വിക്കറ്റ് കിട്ടിയത്. പക്ഷേ എന്നിരുന്നെങ്കിൽ പോലും ഈ 6'7" ഹൈറ്റുള്ള ആള് എന്തിനാണ് പിച്ചിങ് മിഡിൽ ഓഫ് ദ പിച്ച് ബോൾ പിച്ച് ചെയ്യിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളി ഇച്ചിരി ഒരു അപ്രണ്ട് പിച്ച് ചെയ്താൽ തന്നെ നല്ല ബൗൺസിലാണ് വരുന്നത്, അബൌവ് ദ സ്റ്റംസ് ആണ് വരുന്നത്. ഒരു 6 മീറ്റർ ലെങ്ത് തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ബോൾ ചെയ്യുന്നത് നടുക്കുത്തിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഒരു 2-3 സിക്സ് കൺസീഡ് ചെയ്തത്. 3 സിക്സ് അടിച്ചു 3 ഷോർട്ട് ബോളിലും, ശ്രദ്ധിച്ചാൽ മതി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് പുള്ളിക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി ഡെഫിനറ്റ്ലി വൺ ഓഫ് എ സ്ട്രോങ് കണ്ടൻഡർ ഫോർ ദ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ജഡേജ നല്ല രീതിയിൽ തന്നെ ജഡേജ കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശ്രേയസ് അയ്യറിൻ്റെ ബാറ്റിൽ ഇന്ന് ബോൾ കൊള്ളുന്നില്ലായിരുന്നു മര്യാദയ്ക്ക്. പുള്ളിയും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് 3 തവണയോളം ബാറ്റ് ചേഞ്ച് ചെയ്തു. അത് തന്നെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഒരു 3 തവണ പുള്ളി ബാറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് റിട്ടയർ ഹാർട്ടായി പോകുന്നു തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നിട്ടും പുള്ളിയെ കൊണ്ട് ഈ ഓക്കെ അടുത്ത ബോൾ അടിക്കാം. മുല്ലൻപൂരിൽ അത്ര നല്ല റെക്കോർഡല്ല ശ്രേയസ് അയ്യറിന് പൊതുവെ ഉള്ള IPL എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതെ 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 അതും എടുത്ത് അതുപോലെ തന്നെ പറയണ്ടേ. ഒരു കാര്യം കൂടെ അവിടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ രവി ബിഷ്ണോയെ ഓൾറെഡി ഷനഗയുടെ കാര്യം പറഞ്ഞു. ഷനഗയുടെ ഒരു എന്താണെന്ന് അറിയാത്ത, ഞാൻ സംഘകാരുടെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, ഈ ആവശ്യമില്ലാത്ത ചേഞ്ചസിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഈ ഹെഡ്മേറിനെ ഹെഡ്മേറിനെ ഒരു മെയിൻ ഒരു ഫിനിഷറായിട്ട് കണ്ട് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കളിപ്പിക്കുക. ഹെഡ്മേർ എന്ന് പറയുന്നത് ഒന്നാമത് ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിക്കുന്നത്. എന്തായാലും അവർ ബാങ്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ അത് കളിപ്പിക്കുക. അതിന് റീപ്ലേസ് ചെയ്യാൻ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനോ ഫിനിഷറൊക്കെ ആണെങ്കിൽ ഓക്കെ. ഷനഗയെ കളിപ്പിക്കുന്നത് ഈ ബോളിംഗ് കൂടെ ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ രവി ബിഷ്ണോയെ കളിപ്പിക്കാതിരുന്നത് ഇന്ന് ഇപ്പോൾ ഈ സ്പിന്നർ നന്നായിട്ട് എറിഞ്ഞതുകൊണ്ട് ഓക്കെ. പക്ഷേ ആസ് എ സീനിയർ ബോളർ അവർക്ക് ഇപ്പോൾ ഈ സീസണിൽ ആദ്യം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുത്ത് കൊടുത്തോണ്ടിരുന്നൊരു ബോളറാണ്. ബ്രേക്ക് ത്രൂസ് എടുത്ത് കൊടുത്തൊരു ബോളറിനെ ഏത് രീതിയിൽ അതിന്റെ മൊറാലിനെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാണ് ഇങ്ങനെ ചേഞ്ചസ് വരുത്തുന്നതെന്ന്, ആവശ്യമില്ലാത്ത ചേഞ്ചസ് വരുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ടോട്ടലി പിച്ചിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചാണ് ഇന്ന് സ്പിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അതായത് ബിഷ്ണോയെ കൊണ്ട് ഒരു ഷോർട്ട് ഗ്രൗണ്ട് ആണെങ്കിലും ബിഷ്ണോയെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിഷ്ണോയുടെ സ്പീഡ്, റോങ് വൺസ് എല്ലാം നല്ല സ്പീഡിൽ പോകുന്ന ബോൾസാണ്. അതായത് ഓൾമോസ്റ്റ് ടച്ചിങ് 100+ ബിഷ്ണോയ് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ ബിഷ്ണോയ്ക്ക് ഒരു ഷോർട്ട് പിച്ച് ഷോർട്ട് ബൗണ്ടറീസ് ഉള്ള ഗ്രൗണ്ട് ആണെങ്കിലും ബിഷ്ണോയ്ക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഡീപ്പ് മിഡ് വിക്കറ്റ്, ഡീപ്പ് മിഡ് ഓൺ എന്നുള്ള രീതിയിൽ ലോങ് ബൗണ്ടറീസ് ഉള്ളിടത്ത് ഒരു ടോൾ ബോളർ ടോൾ റിലീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജാണ്. ആ ഒരു ഫാക്ടർ കൊണ്ടാണ് ഇന്ന് യശ്രാജ് പൂഞ്ചയെ ബിഷ്ണോയുടെ മുകളിൽ കളിപ്പിച്ചതെന്നാണ് പേഴ്സണലി ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ റീസൺസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു ടീമിന്റെ മെയിൻ സ്പിന്നർ, അതായത് ഫസ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ത്രൂസ് തന്നൊരു ടീമിന്റെ, നമ്മൾ RCB ഒക്കെ പറയുമ്പോഴത്തേക്ക് അവർ ആ ഒരു കോമ്പിനേഷൻ മാറ്റാതെ അവർ കളിപ്പിക്കുന്ന കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മെയിൻ സ്പിന്നറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ബോളറിനെ അവർ മാറ്റിക്കഴിഞ്ഞാൽ എത്ര വലിയ
ടീം അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലേയിങ് ലെവലിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അത് കോൺഫിഡൻസ്. തീർച്ചയായിട്ടും വെറുതെ ഇരിക്കുന്ന ഒരു കാര്യം, കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് റീസണിന്റെ പുറത്തായാലും, പ്രത്യേകിച്ചും ഒരു ടീമിന്റെ ഒരു ലീഡ് സ്പിന്നർ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്ന ഒരാളെ പുറത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷനകയെ കളിപ്പിച്ച സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിന്നറിനെ കൂടെ ആഡ് ചെയ്ത് കളിപ്പിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഈ രവി ബിഷ്ണോയെ പുറത്തിരുത്തെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം രവി ബിഷ്ണോയി ലക്നൗ ഇത് ഫേസ് ചെയ്തതാണ് കഴിഞ്ഞ വർഷം. ഈ സംഭവം ഫേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് രവി ബിഷ്ണോയ്. ലക്നൗ ആയിട്ടുള്ള മാച്ചിൽ മറ്റേ സൈൻ ചെയ്ത് ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു പഴയ ആ ഒരു സംഭവം അവിടെ പുള്ളിക്ക് കിട്ടാത്ത പരിഗണനയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതേ പ്രശ്നം തന്നെ ഇവിടെയും ടീമിൽ 11 ഇടമില്ലാതെ വരുമെന്ന് പറഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് അത്ര ദഹിച്ചില്ല ആ ഒരു കാര്യം. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം RR ഇന്ന് ബെറ്റർ ആയിട്ട് ചെയ്തു. പ്രത്യേകിച്ചും പരാഗ് ഇന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്നുള്ളത് അത്ഭുതമാണ്. കുറച്ച് ചെറിയ സ്കോർ ആണെങ്കിൽ പോലും ആ ഒരു ഇമ്പാക്റ്റ് നല്ലതായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നിട്ട് ഒരു പ്രോപ്പർ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉള്ള ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇപ്പോൾ ബിഷ്ണോയുടെ കാര്യത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഓക്കെ, ദിസ് ഈസ് എ റീസൺസ്, അല്ലെങ്കിൽ ദീസ് ആർ ദ റീസൺസ്, എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും എനിക്ക് ഹെഡ്മാൻ്റെ കാര്യത്തിലൊന്നും വെക്കാൻ പറ്റുന്നില്ല. അതായത് ഹെഡ്മാനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹെഡ്മാൻ്റെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഹെഡ്മാനെക്കാട്ടിലും പൊട്ടൻഷ്യലി ഒരു ഫിനിഷർ വേണം. അങ്ങനെ ഒരാളല്ല ഈ ദശും ഷനക എന്ന് പറഞ്ഞത്. ഇന്ന് ഡൊണാൾഡ് ഫെറേറ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാനെ ക്ലിക്ക് ആയതുകൊണ്ടാണ്. ഇന്ന് പുള്ളിയും കൂടെ ഔട്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ത് വേണം, അടുത്ത 2 പോയിന്റും അവർ കൊണ്ട് കളഞ്ഞേനും. പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട്, അവർ ഇനിയും ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക് ഈ സെയിം ടീമിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അവർ ചിന്തിക്കുന്നത് എന്താ, അൺബീറ്റൻ ആയിട്ടുള്ള ടീമായിട്ടുള്ള പഞ്ചാബിനെ തോൽപ്പിച്ച അതേ ടീമിനെ എന്തുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതേ ടീമുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ എം നോട്ട് ടേക്കിംഗ് എനി ക്രെഡിറ്റ് അവേ ഫ്രം ദം. ദേ പ്ലേഡ് എ ഗുഡ് ക്രിക്കറ്റ് ആൻഡ് ദേ വോൺ ദ ഗെയിം. പക്ഷേ അതൊരു കൺവിൻസിങ് ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ ദർ ആർ മെനി ലൂപ്പ് ഹോൾസ്. പിന്നെ നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവ ഈ ബ്രിജേഷ് ശർമ്മ എന്ന് പറഞ്ഞ ബോളർ എക്സെപ്ഷണലി ഇന്ന് ബോൾ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദ ലാസ്റ്റ് ഓവർ സ്റ്റോണിസിൻ്റെ കൈ വന്ന് പെട്ടുപോയി. ഓക്കെ, അത് പണ്ടും നമ്മൾ ഒരുപാട് ബോളേഴ്സ് സ്റ്റോണിസിൻ്റെ കയ്യിൽ വന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്റ്റോണിസിൻ്റെ കൈ പെട്ടുപോയതാണ്. അല്ലാതെ ബ്രിജേഷ് ശർമ്മ എന്ന ബോളർ വളരെ നന്നായിട്ട് തന്നെ ഇന്ന് ബോൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഓവർ 24 അടിച്ച് ബ്രോയി പറഞ്ഞു കൂട്ടി എല്ലാ ദിവസവും അത് അങ്ങനത്തെ ഒരു ഓവർ കിട്ടണമെന്നില്ല, എല്ലാ ദിവസവും സ്റ്റോണിസ് കളിക്കണമെന്നില്ല. ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ് സ്റ്റോണിസ്. അപ്പോൾ ഇന്ന് കമ്പാരിറ്റീവ്ലി അവർ ഒരു മിഡിൽ ഓർഡറിനെ ടെസ്റ്റ് ചെയ്തു, എന്നാൽ തന്നെ അവർ വേണ്ട ഒരു ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തിരിച്ച് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ ആണെങ്കിൽ ഇനിഷ്യലി തന്നെ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടാണ് കളിച്ചത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ചോട്ടാ ഭീമിൻ്റെ സൈഡിൽ നിന്ന് കണ്ടതാണ്, അടിയൊന്നും വെട്ടിരേണ്ടതുള്ളൂ. പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ 6ഉം 4ഉം എല്ലാം അടിച്ച് 268 സ്ട്രൈക്ക് റേറ്റിൽ 43 റൺ സ്കോർ ചെയ്തിട്ട് പോയി. ഇന്ന് അവരുടെ ജയത്തിന് ഫെറാരെക്കാട്ടിലും കൂടുതൽ വിന്നിംഗ് റേറ്റ് ഞാൻ കൊടുക്കുന്നത് യശസ്വി ജയ്സ്വാളിൻ്റെ പെർഫോമൻസാണ്. ഒരു സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ ഒരു സൈഡിൽ നിന്നിട്ടുള്ള കളികളെല്ലാവരും ജയിച്ചിട്ടുണ്ട്. മനസ്സിലായി, ജയ്സ്വാൾ ഒരു സൈഡിൽ നിന്നിട്ടുള്ള കളികൾ എങ്ങനെയെങ്കിലും ഒരു 10 ഓവർ കഴിയുമ്പോഴാണ് ഔട്ടാവുന്നത്. ഇച്ചിരി കളി ഡീപ്പിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. റൺ റേറ്റ് വിത്തിൻ ദ കൺട്രോൾ നിർത്തി കളിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇടയ്ക്കൊരു സമയത്ത് ആ ധ്രുവ് ജുറൽ വന്ന് 20 പന്തിൽ 16 റൺ എടുത്തപ്പോൾ എന്ത് കാണിക്കുക, പുള്ളിയെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അത് നോബോൾ ആകരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ. അത് നോബോൾ ആയിരുന്നെങ്കിൽ പുള്ളി പിന്നെയും ഒരുപാട് ബോൾ കൺസ്യൂം ചെയ്യത്തേ ഉള്ളൂ. പുള്ളി ഇന്ന് പണി 18 നോക്കി. ഇന്ന് മറ്റേ ശ്രേയസ് അയ്യർ അപ്പുറത്ത് കളിച്ചു കൂട്ട് തന്നെയാണ് ഇവിടെ ധ്രുവ് ജുറൽ കളിക്കേണ്ടത്. ധ്രുവ് ജുറൽ ഇവിടെ അല്ല കളിക്കേണ്ടത്, ഹൈ ഇൻറ്റൻറ്റ് ഗെയിമാണ്. ഇതല്ല ധ്രുവ് ജുറലിൻ്റെ പൊസിഷൻ. ജുറൽ താഴോട്ടിറങ്ങി നല്ലൊരു ബാറ്റ്സ്മാൻ ഈ പറഞ്ഞുകൊണ്ട് ഹെറ്റ്മാനെ തിരിച്ചു കൊണ്ടുവന്ന് ഹെറ്റ്മാർ കളിക്കേണ്ട പൊസിഷനാണ് ജുറൽ കളിക്കേണ്ടത്. ബ്രോ പറഞ്ഞുകൊണ്ടിരുന്ന പരാഗിൻ്റെ സൈഡിൽ നല്ലൊരു കളി കണ്ടു. 16 പന്തിൽ 29 അടിച്ചു, 2 4ഉം 2 6ഉം റിവേഴ്സ് സ്വീറ്റും ഒക്കെ കണ്ടു. ഒരു മിസ് എക്സിക്യൂഷനുള്ളൊരു ചഹാലിനെതിരെ പിന്നെയും അറ്റാക്കിങ് ചെയ്യാൻ ശ്രമിച്ചൊരു മിക്സ് എക്സിക്യൂഷനിൽ പറ്റിയൊരു പാളിച്ചയിലാണ് പുള്ളി ഔട്ടായി പോയത്. പക്ഷേ ഡൊണാൾഡ് ഫെറേര ആണെങ്കിലും ഇമ്പാക്ട് സബായിട്ട് വന്ന ശുഭം ദുബെ ആണെന്നുണ്ടെങ്കിലും എക്സെപ്ഷണലി അവർ കളിച്ചു. ഓരോ ബോളും കൃത്യമായ ജഡ്ജ്മെൻറ്റോടുകൂടി, കൃത്യമായ സ്ട്രോക്ക് സെലക്ഷനോടുകൂടി, കൃത്യം ബൗണ്ടറീസ് അടിപൊളിയായിട്ട് അവർ പ്ലാൻ ചെയ്ത് കളിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞു വിട്ട് പഞ്ചാബിൻ്റെ ബോളിങ്ങിൽ നല്ല പ്രശ്നമുണ്ട്. പഞ്ചാബിൻ്റെ ഡെപ്ത് ഓവർ എറിയാൻ വേണ്ടി അവർക്ക് ബോളറില്ല. ഈ മാർക്കോ ജെയിംസൺ എന്ന് പറഞ്ഞൊരു ബോളർ കണ്ടിന്യൂസ്ലി യോർക്കർ നെയിൽ ചെയ്യുന്നൊരു ബോളറല്ല. ഹർഷീപ് സിംഗ് മാത്രമേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ഒരു യോർക്കർ എറിയാൻ പൊട്ടൻഷ്യലിയുള്ള, അതായത് ഒരു ഡെപ്ത് ഓവർ എറിയാൻ പൊട്ടൻഷ്യലുള്ള കളിക്കാരൻ. ഈ ലൊക്കി ഫെർഗൂസൺ ആണെങ്കിൽ തന്നെ മിനിമം പുള്ളിയുടെ ഏറ്റവും നല്ല ദിവസമാണെങ്കിൽ 4 ഓവറിൽ 40 കൺസീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളിയൊന്നും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ശ്രേയസ് അയ്യരൊന്നും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. എന്തുകൊണ്ട് ഇന്നത്തെ കളി വൈശാഖ് വിജയകുമാർ കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ
ഒരു പക്ഷേ പഞ്ചാബ് ജയിച്ചനെ വരുന്നു. കാരണം ഒരു ഫാസ്റ്റ് ബോളർ എന്നുള്ള നിലയിൽ എന്തും വേണ്ടി ഇമ്പ്രൂവ്മെന്റ്, അല്ല ഇത്രയും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നൊരു ബോളറിനെ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ബോളറിനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കളിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ പുള്ളി ഉണ്ടായിരുന്നുവെങ്കിൽ മേ ബി ഈ കളി പഞ്ചാബിന് ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഡെപ്ത് ഓവറിൽ പുള്ളി ഡെപ്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പം. ആ നക്കിൾ ബോൾ ആണെന്നുണ്ടെങ്കിലും കട്ടർ ആണെന്നുണ്ടെങ്കിലും ഓഫ് പേസ് ഡെലിവറീസ് ആണെങ്കിലും പേസ് ഡെലിവറീസ് ആണെങ്കിലും യോർക്കർ നെയിൽ ചെയ്യുന്ന വൈഡ് യോർക്കർ എറിയുന്നതിലാണെങ്കിൽ പോലും പുള്ളി കരിയർ ഗ്രാഫ് പീക്കിലോട്ട് പോകുന്ന ഒരാളെയാണ്. പുള്ളിയെ നിർത്തിയിട്ട് ഇന്ന് ഫെർഗൂസനെ അതിനെ മണ്ടയ്ക്ക് കളിപ്പിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഫെർഗൂസനെ കളിപ്പിച്ചതിലുപരി ഇന്ന് പുള്ളിയെ കളിപ്പിച്ചില്ല എന്നുള്ളത് തന്നെ വലിയൊരു ബ്ലണ്ടർ ഡിസിഷൻ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കഴിഞ്ഞ വർഷം RCBയുടെ യശ് ദയാലിനെ പോലെ തന്നെ പഞ്ചാബിന് യശ് ദയാലിന്റെ റോള് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോളറാണ് വൈശാഖ് വിജയകുമാർ. ആ ഒരു അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രോപ്പറായിട്ടുള്ള 5 ബോളേഴ്സിന് അതിനകത്തൊന്ന് ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ അവർ 240 അടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ കളിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഫെറേര ആൻഡ് അത് കുറച്ചും കൂടെ ഒന്ന് ഇത് പറയണം. ഫെറേരയുടെ അടിയൊക്കെ റേഞ്ച് അടിയായിരുന്നു. ഫ്ലാറ്റ് സിക്സ് ഒക്കെ അടി എന്നെ അടി അടിക്കുന്ന സ്ട്രൈറ്റ് ഒരു ആരായിരുന്നു, അയ്യറാണെന്ന് തോന്നുന്നു, ജമ്പ് ചെയ്തിട്ട് ഒരു ഡൈവ് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു ബൗണ്ടറി ലോങ് ഓഫിൽ അടിച്ച. അതെ അതെ അതൊക്കെ അതെ എന്നെ റേഞ്ച് ഇപ്പം അടി അടിക്കുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ബോളേഴ്സിനെ എടുത്ത് സെലക്റ്റീവ് ആയിട്ടുള്ള ലെങ്ത് എടുത്തിട്ടാണ് പുള്ളിന്ന് അറ്റാക്ക് ചെയ്തത്. പൊതുവേ ഈ വരുന്ന എല്ലാ ബോളിനും കൊണ്ട് ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് വെക്കാതെ കറക്റ്റ് ഇന്ന ബോൾ ഓക്കെ ബോളറിന്റെ മണ്ടയ്ക്കൂടെ എബവ് ദ ബോളർ ഡീപ്പ് 6 അല്ലെ ഡീപ്പ് 4 അടിക്കണം. അത് കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ ദേ റിയലി വർക്കിംഗ് ഓൺ ടു ഹിസ് ഫിനിഷിംഗ് സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു നല്ല ലൈക്ക് അതാ ഇന്നത്തെ 2 പോയിന്റ് ജയ്സ്വാളും 1 പോയിന്റ് കൊടുക്കാം, ഡൊണാൾഡ് ഫെറയ്ക്കും 1 പോയിന്റ് കൊടുക്കാം. അവർ രണ്ടുപേരോടാണ് 2 പോയിന്റ് രാജസ്ഥാന് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പഞ്ചാബ് ഇന്ന് ഈവൻ തോറ്റെന്നുണ്ടെങ്കിലും ശിവൻ ദൂബെ, പഞ്ചാബിന് ശിവൻ ദൂബെ അല്ല, ശിവം ശുഭം ശുഭം ദൂബെയും അതും ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ആണ്. 12 ബോൾ പിന്നെ എന്തോ പിന്നെ അടിക്കുന്നത്, 31 റൺസ്. 31 റൺ എന്നെ അടിച്ചിരിക്കുന്നത്, അതായത് 258 സ്ട്രൈക്ക് റേറ്റിൽ. പുള്ളി കഴിഞ്ഞ വർഷവും ഇതേ കൂട്ട ഒരു ഗ്ലിംസ് കാണിച്ചതാണ്. പക്ഷേ ഈ പറയുന്നിട്ട് അന്നൊക്കെ പുള്ളിയുടെ അടുത്ത് എത്തിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കളികളിലൊക്കെ റിങ്കു സിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടാ ഒന്നെങ്കിൽ കളി കഴിഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോളിൽ തന്നെ അടിക്കണം എന്നുള്ള അവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരുന്നത്. കറക്റ്റ് ആയിട്ട് അവർ ഇറങ്ങി. പക്ഷെ ഞാൻ സ്റ്റിൽ പറയുന്നു ഈ കളി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഹെഡ്മയർ എന്ന് പറഞ്ഞൊരു കളിക്കാരനെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് ഇതല്ല അവർക്ക് പോസ്റ്റ് ചെയ്യേണ്ട ടോട്ടൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവർ ഡിഫെൻഡിങ്ങിൽ വീക്ക്നെസ് ആവും. അവർ 240 അടിച്ചാൽ പോലും ഡിഫെൻഡിങ്ങിൽ വീക്ക്നെസ് ഉണ്ടാവും. കാരണം തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു ബോളേഴ്സാണ് അവർക്കുള്ളത്, അടി മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോളേഴ്സാണ് അവർക്കുള്ളത്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ രാജസ്ഥാനിലും ഉണ്ട്. പിന്നെ ബാക്കി ഇനി അടുത്ത ഇതില് കളികൾ പഞ്ചാബിന്റെ ഒരു പ്ലേയിങ് ലെവൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി 5 ബോളേഴ്സിനകത്ത് ഇപ്പോൾ വൈശാഖ് വിജയകുമാറിനെ കൂടെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ബ്രാർ, ഹർപ്രീത് ബ്രാർ ബോൾ ചെയ്യുന്ന കണ്ടിട്ട് ഹർപ്രീത് ബ്രാറിനെ പ്ലേയിങ് ലെവനിൽ നിന്ന് ഒഴിവാക്കുന്നത് വലിയ മണ്ടത്തരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കണ്ടെയ്ൻ ചെയ്ത് കൊടുത്ത ഒന്ന് പിടിച്ചു നിർത്തിയത് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ചാഹലുമായിട്ടുള്ള കോമ്പിനേഷനിലും സെറ്റാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹർപ്രീത് ബ്രാർ പ്ലസ് വൈശാഖ് വിജയകുമാറിനെ കൂടി ഇവർ കളിപ്പിച്ചാൽ എന്താണ് പ്രശ്നം ബാറ്റിങ്ങിൽ? കാരണം ഓൾറെഡി ഇവർ സ്ട്രെങ്ത് ബാറ്റിങ്ങിൽ ഓൾറൗണ്ടേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്. സ്റ്റോയിനിസ് അടക്കമുള്ള 2 ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാന്നുള്ളതാണ്. ഈ ബ്രാത്ത്ലേറ്റിനെ ഇതാ കളിപ്പിച്ചാൽ പോരല്ലേ ഫർഗൂസിന് പകരം? ഈവൻ പുള്ളിക്ക് ബാറ്റ് ചെയ്യാനും പറ്റും. ഇതിലും ബെറ്ററാണ്. പക്ഷേ ഈ മിഡിൽ ഓവറിൽ ഈ 140 150 പ്ലസ് എറിയും ഫെർഗൂസൺ എന്നുള്ളത് കൊണ്ടാണ് പുള്ളിയെ കളിപ്പിച്ചത്. പക്ഷേ ഇന്ന് കളിപ്പിച്ചപ്പോൾ പോലും പുള്ളിക്ക് ഇടയ്ക്ക് വെച്ചൊരു നിഗിൾ ഉണ്ടായിരുന്നു. അതിന് മേജറാണോ മൈനറാണോ എന്ന് അറിയത്തില്ല. ഈ പറയുന്നോട്ട് സുയാശിഷ് ഷെഡ്ജിയെ പുറത്ത് നിർത്തിക്കൊണ്ട് സുഖമായിട്ട് വൈശാഖ് വിജയ് ശങ്കറിനെ കളിപ്പിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് അല്ലെങ്കിൽ തന്നെ 7-മതും 8-മതും 9-മതും വരും ബാറ്റ്സ്മാനാണ്. അത്രയും ഡെപ്തിലിട്ടൊന്നും 8 വരെ ഓക്കെയാണ്, പക്ഷെ 9 വരെ ഞാൻ അങ്ങനെ അധികം ടീം പോയി കണ്ടിട്ടില്ല. പക്ഷേ ഇത് അവർക്ക് ബോളിംഗ് കൺസേൺ ശശാങ്ക് ഇല്ലായിരുന്നു ഇന്ന്. ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ശശാങ്ക് അതെ അതെ ഇല്ലായിരുന്നു. അതെ, ഇനി അതും പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് അറിയത്തില്ല. ശശാങ്ക് വരുമ്പോ എന്തായാലും ശശാങ്കിനെ കളിപ്പിക്കും. അപ്പൊ അതൊരു ഒരു പ്രശ്നമാണ് ഇവർക്ക്. ഉം. ഏതെങ്കിലും ഒരാളെ ഒരു ബാറ്റിംഗ് കുറച്ചുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. വൈശാഖ് വിജയകുമാർ സംഭവം എന്തായാലും കളിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു അതെ സംശയമില്ല അതെ അതെ എല്ലാ മാച്ചും. സംഭവം ശരിയാണ്. അൺബീറ്റൻ ആയിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് 8 കളികളിൽ അവർ 6 ജയിച്ചു. പക്ഷേ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ബോളിംഗ് ലൈനപ്പ് അവരുടെ കയ്യിലില്ല. ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പ് അവർക്കില്ല. ഒരു 160 ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിംഗ് ലൈനപ്പ് അവർക്കില്ല. അത് അവർക്ക് വളരെ വലിയ കൺസേൺ ആണ്. അവർ
ചേസ് ചെയ്യാൻ പോയി ജയിക്കും എന്നുള്ളതല്ലാതെ ഒരു ഡിഫെൻഡബിൾ ആയിട്ടുള്ള ഒരു 200 ആയാലും 220 ആയാലും 230 അടിച്ചിട്ടായാലും നല്ലൊരു ടീമിനെതിരെ അവർ ശരിക്കും വിയർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആറിനാണെങ്കിൽ തന്നെ ഇനി വലിയ കൺസേണിങ് ഇല്ല. ഒരു 2 കളിയും കൂടെ ജയിച്ചാൽ സുഖമായിട്ട് അവർ തന്നെയാണ്. അടുത്തത് മെയ് 1 ഡൽഹിയായിട്ടും GTU ആയിട്ടുമാണ്. പിന്നെയും ഡൽഹിയായിട്ട് കളിയുണ്ട്, പിന്നെ LSC ആയിട്ട് കളിയുണ്ട്, പിന്നെ MI ആയിട്ട് കളിയുണ്ട്. ആകെപ്പാടെ അവർക്ക് താഴെ നിൽക്കുന്ന ടീമുകളായിട്ടാണ് ഇനിയും ആറിന് കളികൾ മൊത്തം. അതായത് ഈ പറഞ്ഞ 7, 8, 9, 10 എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടീമുകളായിട്ടാണ് ആറിന് കളികൾ മൊത്തം. അതുകൊണ്ട് ഉറപ്പായിട്ടും RR ഈ സീസണിൽ ക്വാളിഫൈഡ് ആയി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പഞ്ചാബിന്റെ ലെവലിൽ വീണ്ടും കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വൈശാഖ് വിജയകുമാറിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലോക്കി ഫെർഗൂസിനെ മാറ്റി വൈശാഖ് വിജയകുമാറിനെ കളിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഉം. അല്ലാതെ അതെ വേറൊരു അതെ ഓപ്ഷൻ ഇല്ല. കാരണം ശശാങ്കിനെ അവർ ഒഴിവാക്കുന്ന ഒരു പ്ലെയർ അല്ല. ശശാങ്ക് പോയി കഴിഞ്ഞാൽ അല്ല അവരുടെ അല്ല ഫിനിഷിങ് വീക്ക് ആവും. ഫിനിഷിങ് അതെ അതെ അപ്പോൾ അതെ പിന്നെ ഇതേ ഉള്ളൂ ഒരു മാർഗം. ഉള്ള ഹർപ്രീത് ഓപ്ഷൻ. ബ്രാറിനെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ബ്രാറിനെ മാറ്റിയിട്ട് വൈശാഖ് വിജയകുമാറിനെ കൊണ്ടുവരണമെന്ന് പറയും. രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ഈ ബോളിംഗ് സ്ട്രെങ്തൻ പ്രശ്നം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രോ ഈ പറയുന്ന ബോളിംഗിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാഹലിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അതെ 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 ബ്രാറിന് അതാണ് ഇത് ഞാൻ ചെയ്യാൻ പറയാൻ പറ്റും. വന്നൊരു കാര്യം. ആ, ചെയ്യാൻ അതായത് പറ്റും. വൈശാഖ് ചാഹലിന് വിജയകുമാറും കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് പരിഹാരം ഉണ്ടാവുന്നു. ഉം, ഈ ചാഹലിന് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാഹൽ ഉറപ്പായിട്ടും വിക്കറ്റ് എടുക്കും. ഇപ്പോൾ രാജസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ തന്നെ ജഡേജ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കളി ഇതുവരെയുള്ള ചാഹലിൻ്റെ പെർഫോമൻസും ഇപ്പോഴത്തെ ചാഹലിൻ്റെ പെർഫോമൻസും തമ്മിൽ കണ്ടാലറിയാം. ചാഹൽ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. അതായത് എന്നെ അടിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്ന ആളാണ്. അതിൽ ഈ പറഞ്ഞിട്ട് മിസ്ഡ് എക്സിക്യൂഷൻ പറ്റിയിട്ടാണ് ചാഹൽസിന് വിക്കറ്റ് എല്ലാം കിട്ടുന്നത്. അതല്ല കണ്ടെയ്ൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈസിലി ചാഹലിനെ ഒറ്റയ്ക്ക് ടേക്ക് ഡൗൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കോമ്പിനേഷൻ ഇളക്കരുത്. ഇതിനകത്തിലോട്ട് വൈശാഖ് വിജയകുമാറിനെ സുഖമായിട്ട് ലോക്കി ഫെർഗൂസിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ റേറ്റ് ചെയ്യുന്നൊരു ബോളറാണ്. അതുകൊണ്ട് ഐ ബിലീവ് ദേ വിൽ മേക്ക് ദ കറസ്പോണ്ടിങ് ചേഞ്ചസ് എനി ടൈം സൂൺ. ഇപ്പോൾ ലോക്കി ഫെർഗൂസൺ മാറുക, വൈശാഖ് വിജയകുമാർ വരിക, ഫസ്റ്റ് ബെല്ല് ഹർഷ്ദീപ് സിംഗും യാൻസനും കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ആ അഡ്ജസ്റ്റ്മെന്റ് മിഡിൽ ഓവേഴ്സിൽ പിടിക്കാനായിട്ട് ഹർപ്രീത് ബ്രാറിനും വൈശാഖ് വിജയകുമാറിനും പറ്റും. ഡെത്ത് ഓവറിൽ വൈശാഖ് വിജയകുമാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടെ പറ്റുമ്പോഴത്തേക്ക് അത് അവർ അവിടെ കോമ്പൻസേറ്റ് ആവും. എന്തായാലും കറക്റ്റ്. ഇപ്പം ഫെർഗൂസൺ എറിഞ്ഞിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പവർ പ്ലേയിൽ എറിഞ്ഞിട്ടാ. അപ്പോൾ ആ ഒരു സെയിം റിസൾട്ട് തന്നെ യാൻസനും തരാനായിട്ട് പറ്റും. അപ്പോൾ അതാണ്. ഇനി ആറാറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ ഹെഡ്മേർ എന്തായാലും തിരിച്ച് ടീമിലേക്ക് വരണം. ഷനക ഒരു ഓപ്ഷനേ അല്ല. ഇവരെന്തിനാ ഈ സംഘകാരുടെ ഈ ആവശ്യമില്ലാത്ത റൊട്ടേഷൻ പോളിസി പരിപാടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ബിഷ്ണോയി എന്ത് റീസന്റെ പുറത്തായാലും ബിഷ്ണോയി അവർ ടൂർണമെന്റ് വിൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഷ്ണോയി എല്ലാ മാച്ചിലും കളിക്കണമെന്ന് തോന്നുന്നു. കാരണം അവർക്ക് അത്രയും ആദ്യമൊക്കെ നല്ല രീതിയിൽ ബ്രേക്ക് ത്രൂ എടുത്തൊരു ബോളറാണ്. എന്തിന്റെ മീൻസ് ബ്രോ പറയുന്ന ഒരു ഈ റീസൺസ്, ടാക്ടിക്കൽ റീസൺസ് മനസ്സിലാവും. പക്ഷെ ആ ടാക്ടിക്കൽ റീസൺസിന്റെ കൂടെ തന്നെ ഒരു ഒരു മനുഷ്യന്മാരാണല്ലോ കളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഹ്യൂമൻലി സ്വാഭാവികമായിട്ട് ഇമോഷൻസ്. ഒരു അതെ 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 ആസ് എ പ്ലെയർ അതിനെ ബാധിക്കും തീർച്ചയായിട്ടും. പ്ലേയിങ് ലെവലിൽ കളിക്കുക എന്നുള്ള ഏത് ക്രിക്കറ്ററിനെ സംബന്ധിച്ചും പ്ലേയിങ് ലെവലിൽ കളിക്കുക നമുക്ക് പറയാം. ഇപ്പം ടീമിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പുറത്തിരിക്കാൻ എനിക്ക് ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ അതല്ല, എല്ലാ പ്ലെയറും പ്ലേയിങ് ലെവലിൽ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ലീഡ് സ്പിന്നർ എന്ന് സ്വയം കൺസിഡർ ചെയ്യുന്ന ഒരാൾ പുറത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ പ്രശ്നം കാര്യം തന്നെയായിരിക്കും. തന്നെയാണ്. ഒരുപക്ഷെ അവർ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേറെ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഒരു സ്പിന്നറിനെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും പറ്റുമെന്ന് നല്ലത്. എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നമുക്ക് മുംബൈ വേഴ്സസ് SRHന്റെ ഒരു വീഡിയോ നമ്മൾ പ്രിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ചിനെ പറ്റിയിട്ടുള്ള നമ്മുടെ RR വേഴ്സസ് പഞ്ചാബ് മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ശ്രേയസ് അയ്യറിന്റെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റിയിട്ടൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ബൈ. ബൈ അരുൺ ബ്രോ.